കടിയും കിട്ടി വന്നേക്കോ മനുഷ്യനെ ചിറ്റിക്കാൻ വേണ്ടിയിട്ട് പോടാ പറ്റി. ഓ മച്ചനെ നിങ്ങൾ പേടിക്കാവുന്നില്ല, ഇപ്പൊ തന്നെ പാക്ക്. അത് ഹെൽത്തി പേഴ്സൺ ആയിരുന്നടാ, ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി പോവാണ്. ഇവന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇവനിവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആൾക്കാരെ ക്വാറന്റൈൻ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം നമ്മുടെ സ്പേസ് തീർന്നു. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരാണ് ക്വാറന്റൈൻ കൺട്രോൾ സോംബി സോൺ. സോ ആകപ്പാടെ സോംബിയൊക്കെ വന്ന് മുടിഞ്ഞിരിക്കുകയാണ്. സോ ഇന്നിപ്പോൾ നമ്മളായിട്ട് വന്നിരിക്കുന്ന ആരാണ്? നമ്മളിവിടെ ഉള്ളവരെയൊക്കെ പുറത്തുനിന്ന് അകത്തേക്ക്, അതായത് സോംബി വൈറസിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരൊക്കെ കടി കിട്ടിയിട്ടുണ്ടോ മാന്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അവരെ നമ്മളെങ്ങനെയാണ് കൊണ്ടുവന്നത്, നമ്മളതൊക്കെ പരിശോധിച്ച് അവരെ നൈസിനകത്തേക്ക് വിടും. നമ്മൾ തീരുമാനിക്കും ഇവരെ കൊല്ലണോ അതോ ക്വാറന്റൈനിൽ നിർത്തണോ അതോ സേഫ് സോണിലോട്ട് മാറ്റണോ എന്നൊക്കെ. നമുക്കിവിടെ കുറച്ച് ബുക്കൊക്കെ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള കടികളൊക്കെ ഉണ്ട്. ആ കടികളൊക്കെ ഇവർക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ പെണ്ണുമുള്ളിലേക്ക് എന്തോ കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസിന് ക്വാറന്റൈൻ വേണോ എലിമിനേഷൻ വേണോ എന്ന് കൊടുക്കണം. ഞാൻ ചെയ്താൽ ചേച്ചിക്ക് എലിമിനേഷൻ, ചേച്ചി പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊരു കുത്തിവെപ്പ് ഇപ്പം പടമായി തിരിച്ചു വരും. നോക്കൂ, കറക്റ്റ് എലിമിനേഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ വെട്ടിപ്പോയി കിടന്നുറങ്ങാം, നാളെ രാവിലെ എഴുന്നേക്കാം. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു. എന്നാലും ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. അതെന്ത് പറ്റി? നമ്മുടെ ആദ്യത്തെ ആളെ തന്നെ നമുക്ക് വിളിക്കാം. ഓക്കെ, ചേട്ടനാണോ ചേച്ചിയാണോ? ഒരു കടന്നു വരൂ. നിങ്ങളൊക്കെ പരിശോധിക്കാനല്ലേ ഈ ചേട്ടൻ ഇവിടെ ഉള്ളത്. സോ ഇന്നലെ ഞാൻ ക്വാറന്റൈനിൽ നിർത്തിയ ഒരാളാണിത്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? സേഫ് സോണിലോട്ട് വിടാം. ഇതുവരെ പുള്ളിക്കാർക്ക് വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും നമുക്ക് സേഫ് സോണിലോട്ട് വിട്ടേക്കാം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മുഞ്ചിന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി. ഓക്കെ, കറക്റ്റ് ഡിസിഷൻ. അത് നിർത്ത്. ഓക്കെ ചേട്ടാ, മോനേടാ കടി കിട്ടിയിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാകെ പ്രശ്നത്തിലാവുകയെ. നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല. നിങ്ങളെങ്ങനെ ഈസിനെ എലിമിനേറ്റ് ചെയ്ത് കളയത്തേ ഉള്ളൂ മോനെ. പേടിക്കണ്ട, നമ്മളിവിടെ കൊല്ലുന്നത് ഇവരെ പോലും അറിയാതെയിരിക്കും നമ്മളിവിടെ കൊല്ലുന്നത്. കാരണം ഒറ്റ വെട്ടായിരിക്കും തലയ്ക്ക്, അവർ അറിയുപോലും ഇല്ല അത്. എടാ മോനെ, മാന്ത് കിട്ടിയിട്ടുണ്ടല്ലോടാ കുട്ടാ, സോംബി മാന്ത് കിട്ടുന്നുണ്ട്. സോ ഇവനെ നമുക്ക് ക്വാറന്റൈനിൽ നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വാറന്റൈനിലേക്ക് പറഞ്ഞു വിട്ടേക്കാം ഇവനെ. നീ ഒരു ദിവസം അവിടെ നിൽക്കുക, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം നിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. ഇല്ലേ നീ സേഫാണ് മോനെ. എന്താണ് മോനെ, സുഖം തന്നെയല്ലേ? മറ്റേ നമുക്ക് എലിമിനേഷനിലോട്ട് വിടാം. കടിയും കിട്ടി വന്നേക്കോ മനുഷ്യനെ ചിറ്റിക്കാൻ വേണ്ടിയിട്ട് പോടാ പറ്റി. ഓ മച്ചനെ നിങ്ങൾ പേടിക്കാവുന്നില്ല, ഇപ്പൊ തന്നെ പാക്ക്. അത് ഹെൽത്തി പേഴ്സൺ ആയിരുന്നടാ, സാരമില്ല, ആരും പറഞ്ഞില്ല. നമുക്കൊന്നും അറിയാത്തോടെ നിൽക്കാം. അയ്യോ ചേച്ചി, ഇതെവിടെ ഒരു കടി കിട്ടിയത് ചേച്ചി കണ്ടില്ലേ? അതെന്താണത്? അത്രയും വലിയ കടി കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പറയാനാ ചേച്ചി? എന്തായാലും ഈ പുള്ളിക്കാരനെ നമുക്ക് നൈസിന് എലിമിനേറ്റ് ചെയ്യണം. ചേച്ചി ഒന്നുമില്ല, അവിടെ ചെന്ന് നിൽക്കുക, ബാക്കി പരിപാടിയൊക്കെ അവർ ചെയ്തോളും. ഇനിയൊരു പിരിയൊന്ന് തീർത്ത് പെട്ടിയായി ഇപ്പോൾ വന്നോളും, നമുക്ക് പേടിക്കാനല്ല. ചേച്ചി വേഗം പൊക്കോ, എത്രയും പെട്ടെന്ന് പെട്ടിയാവാം. എടാ ഇവന്മാരുടെ ഞാൻ മറന്നുമായിരുന്നു, 2 പേര് ഞാൻ ക്വാറന്റൈനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുത്തർ ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടി പോവാണ്. ഇവന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇവനിവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആൾക്കാരെ ക്വാറന്റൈനിൽ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം നമ്മുടെ സ്പേസ് തീർന്നു. പാവം തട്ടിപ്പോയല്ലോടാ, ക്ലിയർ ആക്കി വിട്ടു. ഓക്കെ, ഇവനെ എന്ത് ചെയ്യണം? സേഫ് ആക്കണോ ക്ലിയർ ആക്കണോ? ഇവനെ പിന്നെ എന്തെങ്കിലും ചെയ്യാല്ലേ? നമുക്കിപ്പോൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നതിൻ്റെ പരിപാടി. ഞാൻ കുറച്ച് നേരം ഓരോ ദിവസം 4 പേരെ വെച്ച് ഞാൻ അകത്തോട്ട് വിടത്തുള്ളൂ. അത് സ്ട്രിക്റ്റ് റൂളാണ് എൻ്റെ. കാലത്ത് തന്നെ നേരം വിളിക്കുമെന്ന് എന്താണെന്നറിയില്ല, കിടന്നുറങ്ങാൻ പോലും സമയം കിട്ടുള്ളൂ. ഇവനൊക്കെ ഈ വിടന്ന് വരുന്നതാണ് ഇത്ര കടിയും മേടിച്ചോണ്ട്. മോനെ അല്ല ചേട്ടൻ്റെ അവിടെ പൊക്കോ. നമ്മൾ ആദ്യം പറഞ്ഞു വിട്ടല്ലോ തന്നെയാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കുറച്ച് നേരം പെട്ടി. എടാ പുള്ളി ഹെൽത്തി പേഴ്സൺ ആയിരുന്നു. നമ്മൾ 2ാമത്തെ ആളെയാണ് ഹെൽത്തി പേഴ്സൺ തട്ടിക്കളയുന്നത്. ഇനി നമ്മൾ ആൾക്കാരെ തട്ടിയാൽ ഇതിൻ്റെ മുതലാളി വന്ന് നമ്മളെ തട്ടും. ആൾക്കാരെ പരിശോധിച്ച് ഞാൻ മടുത്തു. എൻ്റെ ജീവിതം ഇതോടുകൂടി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ ഇവന് ഇവിടെ ഒരു വര കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം അത് പോട്ടെ, ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം വഴി നമുക്ക് ഈ പുള്ളിയുടെ ശ്വാസം അത്ര ശരിയല്ലോ. പുള്ളി ഭയങ്കരമായിട്ട് കഥയ്ക്കുന്നുണ്ട്, അതെനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എടാ മോനെ, നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഇവിടെ വരുന്നവരൊക്കെ എനിക്ക് മക്കളെ പോലെയാണ്, കാരണം ഞാനാണ് അവരെ അകത്തോട്ട് കടത്തി വിടുന്നത്. സോ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. മോനെ മുനീറെ, കണ്ണ് ചിമ്മ, ക്വാറന്റൈനിൽ പൊക്കോ. അടുത്ത ആൾ വാ. മോനെ അല്ല മോനാണോ, വരൂ, കണ്ണ് ചിമ്മാതെ വരൂ. പണ്ടറങ്ങാണ്ട് ഞാനിവിടുത്തെ ഹെഡായിരുന്നു, ആൾക്കാർ ഞാൻ മറന്നുപോയില്ലേ? ഇവിടെ വന്ന് എന്തൊക്കെയോ ചെയ്യണമായിരുന്നു. നമ്മളതൊന്നും ചെയ്യാതെ ആൾക്കാരെ കയറ്റി വിട്ടുകൊണ്ടേയിരുന്നു. അവർക്ക് കിടക്കാനോ നിൽക്കാനോ സ്ഥലമില്ലാതെ പിന്നെ ഇവിടെ അമ്മമാർ വന്നിട്ട് എന്നെ കാണിക്കാനാ? ഇവിടെ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് കിടന്നുറങ്ങാം, ഇന്ന് ഞാൻ എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഇങ്ങനെ കയറ്റി വിട്ടാൽ മാത്രം പോരാ, മെഡിക്കിറ്റ് അങ്ങനത്തെ എന്തോ കിറ്റൊക്കെ നമ്മൾ മേടിക്കണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തോ ഒരു അബദ്ധം കാണിച്ചു. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആരെയോ ഞാൻ എടുത്ത് അകത്തേക്ക് വിട്ടായിരുന്നു. അത് സേഫ് സോണിലോട്ട് വിട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ് സോണിലുള്ളവരൊക്കെ ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരൊക്കെ നമുക്ക് സ്ഥലം മാറ്റണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പോൾ പോയവൻ പെട്ടിയായിട്ട് തിരിച്ചു വന്നോളും കുറച്ച് നേരം കഴിയുമ്പോൾ. എന്തായാലും അടുത്ത ചേച്ചി വരണുണ്ട്. ഈ ചേച്ചിനെ എന്താ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചേച്ചിനെ എങ്ങനെ നൈസിന് നമുക്ക് തട്ടിയാലോ? എൻ്റെ പൊന്നു ചേച്ചിയുടെ മോനൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ അങ്ങനെ പിള്ളേരുടെ സ്ഥാനത്തുള്ള ആരും വന്നിട്ടില്ല. എല്ലാം വന്നത് മുതുക്കുകളാണ്. മുതുക്കുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. പിള്ളേരാരും ഇവിടെ വന്നിട്ടില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ. ചേച്ചിയുടെ മോനൊക്കെ എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ മോൻ്റെ അടുത്തോട്ട് എത്തും. കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ മുറിവുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചേച്ചി മോൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ, മോൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേക്കാം. എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കാം. നമുക്ക് നോ പ്രോബ്ലം, നോ വിഷയം. ചേച്ചീന് എന്ത് ചെയ്യണം? ഓക്കെ, ചേച്ചിയുടെ മോൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പം തന്നെ മോൻ്റെ കൂടെ പെട്ടിയായിക്കോളും. മോൻ പെട്ടിയായോ അറിയില്ലല്ലോ ദൈവമേ. അയ്യോ, അത് മൂന്നാമത്തെ ആളെ ഹെൽത്തി ആയിട്ടുള്ളവർ കളത്തിൽ വിടുന്നേ. മിണ്ടാതിരിക്കാം, ബോസ് കാണണ്ട, ചിലപ്പോൾ തട്ടും നമ്മളെ. സോ അടുത്ത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചി? ചേച്ചി ജീവനുള്ളവരെ കണ്ടപ്പോൾ സന്തോഷമായില്ലേ? ഓക്കെ ചേച്ചിയുടെ സന്തോഷമൊക്കെ ഇപ്പോൾ പോകും ചേച്ചി. കാരണം ചേച്ചിക്ക് ഒരു പാടൊക്കെ ഉണ്ടല്ലോ. വെട്ടും കുത്തും കിട്ടിയിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ഇങ്ങനെ പോയ ചേച്ചിയും പെട്ടിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാന്തമുള്ളൂ, ക്വാറന്റൈനിൽ നിർത്താലേ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. സോ ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോഴേക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ.